ഇനി കൊച്ചിയിലെത്തുമ്പോൾ കയ്യിൽ കാശ് കുറവാണെന്നും പറഞ്ഞ് ആരും ആഹാരം കഴിക്കാതിരിക്കണ്ട. 50 രൂപയുണ്ടെങ്കിൽ ഒരു ദിവസം 3 നേരവും സൂക്ഷ്മമായി കഴിക്കാം. ഇത് വെറുതെ പറയുന്നതല്ല. കൊച്ചിൻ കോർപ്പറേഷൻ ഭരണസമിതി പ്രഖ്യാപിച്ച പദ്ധതിയാണ്. രാവിലെ 10 രൂപയ്ക്ക് 3 ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും അടങ്ങിയ പ്രഭാത ഭക്ഷണം കിട്ടും. 3 ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും അത്താഴത്തിന്. പിന്നെ ഉച്ചയ്ക്ക് ആവോളം കഞ്ഞിയും പയറും. അതിന് 30 രൂപ കൊടുക്കണം. കൊടുത്താൽ എന്താ, വയറ് നിറയെ കഴിക്കാം. ചില ഹോട്ടലുകളിൽ ഇപ്പോഴും ഉണ്ട്, ആദ്യം തരുന്ന ചോറല്ലാതെ രണ്ടാമത് ചോറ് വാങ്ങിയാൽ അതിന് എക്സ്ട്രാ പൈസ കൊടുക്കണം. ഇത് എല്ലായിടത്തും ഇല്ല, ചിലയിടങ്ങളിൽ മാത്രം. ആ സ്ഥാനത്താണ് എത്ര പ്രാവശ്യം കഞ്ഞി വാങ്ങി കുടിച്ചാലും 30 രൂപ മാത്രം കൊടുത്താൽ മതി. കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ഭരണസമിതി വന്നപ്പോഴാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത്. ഈ പദ്ധതിക്ക് ഇന്ദിരാ ക്യാൻറ്റീൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇത് തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അവസാനവട്ട പണികൾ നടക്കുകയാണ്. ആദ്യ ക്യാൻറ്റീന്റെ നിർമ്മാണം ഇടപ്പള്ളി അഞ്ചുമനയിലെ കൊച്ചി കോർപ്പറേഷൻ സോണൽ ഓഫീസ് വളപ്പിൽ അവസാന ഘട്ടത്തിലാണ്. അടുത്ത ആഴ്ച തന്നെ ഉദ്ഘാടനം പ്രതീക്ഷിക്കാം. പിന്നാലെ ഫോർട്ട് കൊച്ചിയിലും പള്ളുരുത്തിയിലും തുറക്കും. 10 രൂപ ഊണുമായി കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കോർപ്പറേഷൻ ഭരണസമിതി എറണാകുളം നോർത്തിൽ ആരംഭിച്ച പ്രശസ്തമായ സമൃദ്ധി കിച്ചന്റെ ഭാഗം തന്നെയാണ് ഇന്ദിരാ ക്യാൻറ്റീനും. സർക്കാർ സബ്സിഡി നിർത്തിയപ്പോൾ 10 രൂപയിൽ ഉണ്ടായിരുന്ന ഊണ് 20 രൂപയാക്കിയെങ്കിലും ജനപ്രീതിക്ക് കുറവുണ്ടായില്ല. 10 രൂപ കൊടുത്താൽ പ്രാതലും അത്താഴവും ലഭിക്കുന്നത് ജനപ്രിയമാകുമെന്നുള്ളത് ഉറപ്പാണ്. മാമംഗലം അഞ്ചുമന റോഡിലെ വിശാലമായ മേഖല ഓഫീസിൽ പാർക്കിങ്ങിനും സൗകര്യമുണ്ട്. ഇവിടെ ക്യാൻറ്റീനിൽ ചായയും സ്നാക്സും ഉൾപ്പെടെ മറ്റു വിഭവങ്ങളും ലഭ്യമാക്കാൻ ആലോചനയുണ്ട്. ആര് വന്നാലും ഭക്ഷണം കിട്ടും. അതായത് അവിടുത്തെ നിവാസികൾക്കും അവിടെ താമസിക്കുന്നവർക്കെല്ലാം ഈ ഭക്ഷണം കിട്ടുമെന്നർത്ഥം. ഇന്ദിരാ ക്യാൻറ്റീനിലെ വിഭവങ്ങളെല്ലാം പരമാര റോഡിലെ സമൃദ്ധി കിച്ചണിൽ തന്നെയാണ് പാചകം ചെയ്ത് എത്തിക്കുന്നത്. നിലവിൽ സമൃദ്ധിയുടെ മറ്റ് ഔട്ട്ലെറ്റുകളിലും ഇതേ രീതി തന്നെയാണ് അവലംബിക്കുന്നത്. സമൃദ്ധിയിലെ പോപ്പോ കുടുംബശ്രീക്ക് തന്നെയാണ് ഇന്ദിരാ ക്യാൻറ്റീന്റെയും നടത്തിപ്പ് ചുമതല. ഇത് ജനപ്രിയമാകും, ഒരു സംശയം വേണ്ട.